ഇന്ന് ഉണ്ണിയപ്പത്തിനും പഴംപൊരിക്കും ഓർഡറുള്ളൊരു ദിവസമാണേ. ഉണ്ണിയപ്പം ചുട്ട് അരിപ്പ പാത്രത്തിൽ നിറയുന്നതിനനുസരിച്ച് ഇതാ ഈ ഒരു വട്ടയിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നു. രാവിലെ മൊത്തത്തിൽ തിരക്കായിരിക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ തലേന്ന് രാത്രി ഇഡ്ലിക്കുള്ള മാവരച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലത്തെ പലഹാരത്തിന്റെ കാര്യം കുറച്ച് എളുപ്പമായി. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിനിടക്ക് ഞാൻ വേഗം ഇഡ്ഡലി അടുപ്പത്താക്കി. പിന്നെ 5 മണിക്ക് മുന്നേ തുടങ്ങിയ പരിപാടിയല്ലേ, ഞാൻ വേഗം കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി ഒരു ഗ്ലാസ് അമ്മക്കും കൊടുത്തു, ഞാനും കുടിച്ചു. കട്ടൻ ചായയും കൂടി കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്കും ഒരു ഉന്മേഷം വന്നത്. അതിനുശേഷം തേങ്ങയും ചെറിയുള്ളിയും ഇഞ്ചിയും കാന്താരിയും ഒരു നുള്ളു പുളിയും ഉപ്പും ചേർത്തരച്ച് നല്ലൊരു ചട്നി ഉണ്ടാക്കി. അപ്പോഴേക്കും ഇഡ്ഡലിയും റെഡിയായി, അപ്പോഴേക്കും ഉണ്ണിയപ്പവും റെഡിയായി. ഇനി ചായ കുടിച്ചിട്ട് വേണം നമ്മളെ പഴംപൊരിന്റെ പരിപാടി നോക്കാനായിട്ട്. അമ്മ വേഗം ചായ കുടിക്കുമ്പോഴേക്കും ഞാൻ പഴംപൊരിക്കുള്ള പഴമെല്ലാം മുറിച്ച് റെഡിയാക്കി. പിന്നെ അമ്മ മാവിൽ മുക്കി പഴംപൊരി ഓരോന്നോരോന്നായി ചുട്ടെടുത്തു. അപ്പോഴേക്കും അധികം ലോകവും കുളിച്ച് റെഡിയായി ചായ കുടിക്കാനായിട്ട് വന്നു. ഞാൻ അതിൻ്റെ ഇടക്ക് അവർക്ക് ഇഡ്ഡലിയും ചട്നിയും കാരപ്പും ചായയും കൊടുത്തു. പിന്നെ ഈ ഉള്ള കാത്തിരിപ്പ് പഴംപൊരിക്ക് വേണ്ടിയിട്ടാണ് കേട്ടാ. അങ്ങനെ പഴംപൊരിയും ടേസ്റ്റ് നോക്കാനായിട്ട് കൊടുത്തു രണ്ടുപേർക്കും. നമ്മളതാ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പം പഴംപൊരി റെഡി ആയതിനു ശേഷം ഞാൻ വേഗം അതെല്ലാം പാക്ക് ചെയ്ത് ഡ്രസ്സെല്ലാം മാറി വന്നതിന് ശേഷം വേഗം അത് കൊണ്ടു കൊടുക്കാനായിട്ട് പോയി.